ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാണ് കൊത്തീന. നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യന്റെ പ്രതീകമാണ് ഇത്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചിട്ട് വേണം ബലിയർപ്പിക്കുവാനായിട്ട് വരുവാനായിട്ട്. മാമോദീസ സ്വീകരിച്ച വ്യക്തികള് പരിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ കാർമ്മികനും ശുശ്രൂഷികളും കൊത്തീന ധരിച്ചിട്ടാണ് വരിക. അത് നവീകൃതമായ പുതിയ മനുഷ്യന്റെ പ്രതീകമായിട്ടാണ് അവര് കൊത്തീന ധരിക്കുന്നത്. പട്ടം കൊടുക്കൽ ശുശ്രൂഷയിൽ കൊത്തീന അണിയുമ്പോൾ മെത്രാൻ ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്: മിശിഹായുടെ കൃപയാൽ സത്യജ്ഞാനം വഴി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നമ്മുടെ ദൈവമായ കർത്താവ് നിന്നിൽ നിവേശിപ്പിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാണ് സൂനാറ, ശുദ്ധതയുടെയും സേവന സന്നദ്ധതയുടെയും അടയാളം. കൊത്തീനയ്ക്ക് മീതെ അരക്കെട്ടായിട്ടാണ് ഈ സൂനാറ അണിയുക. വിശുദ്ധ കുരിശിനാൽ അലങ്കൃതവും ഒരു കൈപ്പത്തി വീതിയുമുള്ളതാണ് സൂനാറ എന്ന് പറയുക. ജാഗ്രതയോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യണം എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 35-ഉം 36-ഉം തിരുവചനം ഇതിനെപ്പറ്റി പറഞ്ഞു വെക്കുന്നുണ്ട്. ലൗകിക ചിന്തകളിൽ നിന്നകന്ന് വിശുദ്ധിയോടെ വേണം ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. സൂനാറ ധരിപ്പിക്കുമ്പോൾ മെത്രാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ തിരുവചനം: കർത്താവേ, നിന്റെ ദാസൻ പൂർണ്ണ വിശുദ്ധിയോടെ നിന്റെ ശുശ്രൂഷയിൽ എന്ന് നിലനിൽക്കാൻ ശുദ്ധതയാകുന്ന കെട്ടുകൊണ്ട് ഇവനെ ബന്ധിപ്പിക്കണമേ. സത്യം കൊണ്ട് അരമുറക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാണ് ഊറാറ. വിശുദ്ധ കർമ്മത്തിന് നിയോഗിക്കപ്പെട്ടതിൻ്റെ അടയാളമാണ് ഈ ഊറാറ അണിയുക. ശംശാനമാർ അല്ലെങ്കിൽ ഡീക്കന്മാർ ഊറാറ ധരിക്കുന്നത് അത് ഇടത് തോളിനോട് ചേർന്ന് വേണം ധരിക്കുവാനായിട്ട്. ഇടതേ തോളിൽ ഊറാറ അണിയുന്നത് ഒരു സേവന മനോഭാവവും ഒരു സേവകന്റെ വിധേയത്വവും അർത്ഥമാക്കുന്നു. പുരോഹിതൻ കഴുത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഈ ഊറാറ ധരിക്കുന്നുണ്ട്. അത് കാണിക്കുന്നത് അധികാരത്തെ അർത്ഥമാക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാണ് സന്ദേ അല്ലെങ്കിൽ കൈ ഉറകൾ. കൊത്തീന ധരിച്ചതിന് ശേഷം കൊത്തീനയുടെ അഗ്രങ്ങൾ ചിതമായിരിക്കുവാൻ ഉപയോഗിക്കുന്നു. ഇത് കുരിശുകളാൽ അലങ്കൃതമാണ്. വിശുദ്ധ ശുശ്രൂഷയ്ക്കായി കരങ്ങൾ തയ്യാറായിരിക്കുന്നു എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കാണുന്നതാണ് പൈന അല്ലെങ്കിൽ കാപ്പ എന്ന് വിളിക്കും. പുരോഹിതൻ പുറമേ ധരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരുവസ്ത്രം. നീതിയുടെ വസ്ത്രമായിട്ട് ഇത് അറിയപ്പെടുന്നു. പുരോഹിതൻ നീതിയെ അണിയണം എന്നാണ് ഇത് സൂചിപ്പിക്കുക. ഈ പൈനയുടെ വലിപ്പ കൂടുതൽ സൂചിപ്പിക്കുക മാനുഷിക ശക്തിക്ക് അതീതമാണ് ഈ ദൈവിക ശുശ്രൂഷ എന്ന് കാണിക്കുവാനായിട്ടാണ്. അതുപോലെ തന്നെ പൈനയുടെ അല്ലെങ്കിൽ കാപ്പയുടെ വർണ്ണഭംഗിയും വെടിപ്പും സൂചിപ്പിക്കുന്നത് സ്വർഗീയ മഹത്വവും ദൈവിക പരിശുദ്ധിയെയും സൂചിപ്പിക്കാനായിട്ടാണ്. കാപ്പ ധരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പൈന ധരിപ്പിക്കുമ്പോൾ മെത്രാൻ ചൊല്ലുന്ന പ്രാർത്ഥന ഇതാണ്: നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും വെണ്മയോടും വിശുദ്ധിയോടും കൂടെ തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കും നിന്നെ ധരിപ്പിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.